വെൽക്കം ടു സന്ധ്യാസ് കുക്കിംഗ് ഷോ. ഇന്ന് നമ്മൾ നല്ലൊരു പക്കോടയാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ഉള്ളി കൊണ്ടും ക്യാബേജ് കൊണ്ടൊക്കെ പക്കോട ഉണ്ടാക്കും. എന്നാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പച്ച പപ്പായ വെച്ചിട്ട് പക്കോടയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ വൈകിട്ട് ചായക്കൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പക്കോട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പക്കോട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പപ്പായയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് തൊലിയും കളഞ്ഞ് നല്ലപോലെ കഴുകി എടുത്തിട്ടുള്ളതാണ്. നമുക്കിനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഗ്രേറ്ററിൻ്റെ വലിയ ഹോൾസിൽ കൂടെ വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ചെറിയ ഹോൾസിൽ കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കാണാൻ ഇത്ര ഭംഗി ഉണ്ടായിരിക്കില്ല. അപ്പോൾ നല്ല നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ഹോൾസുള്ള ഗ്രേറ്ററിൽ കൂടി തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പപ്പായ മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് നീളത്തിൽ വേണം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരിക്കുക. ഗ്രേറ്റ് ചെയ്ത ശേഷം പപ്പായ നല്ലപോലെ കൈവച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. കാരണം അതിൽ നല്ലപോലെ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ അത് പിഴിഞ്ഞെടുത്ത് കളയണം. അപ്പോഴായിരിക്കും നമുക്ക് ക്രിസ്പി ആയിട്ട് പക്കോട ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സബോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സബോള ഇതുപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. നമുക്കിനി അതും കൂടെ ഈ പപ്പായയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സബോളയും പപ്പായയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സബോളയും പപ്പായയും നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയുടെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 പിഞ്ച് ജീരകപ്പൊടിയാണ്. അപ്പോൾ അതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അജ്വൈനാണ്, അയമോദകം പൊടിച്ചത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തട്ടുകടയിലുള്ള ഉള്ളിവടയിലൊക്കെ ചേർക്കുന്നതാണ് ഈ അയമോദകം. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 പിഞ്ച് കായത്തിൻ്റെ പൊടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 5-6 പുതിനയില, അത് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം നമ്മൾ കൈവച്ച് തന്നെ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ പപ്പായയിലും സബോളയിലൊക്കെ നല്ലപോലെ എരിവൊക്കെ പിടിക്കും. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. അപ്പോൾ ഇത് 3ഉം ചേർത്ത് കൊടുക്കാം. കടലപ്പൊടിയും അരിപ്പൊടി, കോൺഫ്ലവർ, മൈദപ്പൊടിയൊക്കെ ആദ്യം തന്നെ ഒരുപാട് ഇട്ട് നമ്മൾ മിക്സ് ചെയ്യരുത്. നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മാത്രം മിക്സ് ചെയ്തെടുക്കാം. എന്തായാലും കടലപ്പൊടി എന്തായാലും ഒരു 4 ടേബിൾ സ്പൂൺ വരെ വേണ്ടി വരും. ബാക്കിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചേർക്കുന്ന കടലപ്പൊടി ആയാലും അരിപ്പൊടി ആയാലും മൈദപ്പൊടി ആയാലും കോൺഫ്ലവർ ആയാലും കൂടി പോകരുത്. നമുക്കിതൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത്രമാത്രം നമ്മളിത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അരിപ്പൊടിയും കോൺഫ്ലവറും മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന പക്കോടയുടെ ടേസ്റ്റിൽ നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ അജ്വൈൻ അതും ഒഴിവാക്കരുത്. ഇതൊക്കെയാണ് കടയിലത്തെ പക്കോടയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്ന സാധനങ്ങൾ. പപ്പായ നമ്മൾ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, എന്നാലും അതിലൊരു ഈർപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ പപ്പായ പിഴിഞ്ഞെടുത്തിട്ട് നല്ലപോലെ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതുപോലെ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം വരും. അങ്ങനെ വരികയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം കൈകൊണ്ടൊന്ന് തളിച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴായിരിക്കും നമുക്ക് ടേസ്റ്റ് കൂടുക. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ നുള്ളി ഇടുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ ഒരു ഭാഗം നല്ലപോലെ ഇത് മൂത്ത ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇട്ട പാടും തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കരുത്, കാരണം ഇത് പൊടിഞ്ഞു പോകും. തിരിച്ചിട്ടിട്ട് ഒരു 3 മിനിറ്റിന് ശേഷം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. നമ്മൾ സാധാരണ ഉള്ളിപ്പക്കോടയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത്. പക്ഷേ നമ്മൾ പപ്പായ വെച്ചിട്ടാണ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ നമ്മുടെ പക്കോടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതുപോലെ നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് വെള്ളത്തിൻ്റെ അളവാണ്, അതുപോലെ തന്നെ പൊടികളുടെ അളവ്. അതായത് നമ്മളെ കടലമാവ് അരിപ്പൊടിയൊന്നും കൂടി പോകരുത്. അപ്പോൾ നമുക്ക് അരിപ്പൊടിൻ്റെയും കടലപ്പൊടിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ കൊണ്ടുള്ള പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വൈകിട്ട് ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.